നമസ്കാരം. ഒരു സമയത്ത് പിണറായി സർക്കാരിൻ്റെ തണലിൽ നിന്ന PV അൻവർ ഇപ്പോൾ അതേ CPMനെതിരെ ഭീഷണി പ്രസംഗവുമായി എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങൾക്കായിരുന്നു. നേരത്തെ UDFന്റെ ഭരണം LDFന് പിടിച്ചു വാങ്ങിക്കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയത്തിലൂടെ LDFന്റെ ഭരണം UDFന് പിടിച്ചു വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് PV അൻവർ. ഇതിന് പിന്നാലെയാണ് CPMന് നേരെ ഭീഷണി സന്ദേശവുമായി അൻവർ രംഗത്തെത്തിയത്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് ഭീഷണി. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുന്നു. മദ്യവും മയക്കുമരുന്നും കൊടുത്ത് പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണ് ഇതെന്നാണ് അൻവറിൻ്റെ ഭീഷണി. പ്രവർത്തകരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ചെറിയ അഭ്യർത്ഥന പറയുകയാണ്. നിങ്ങൾ മദ്യം കൊടുത്തും മയക്കുമരുന്ന് കൊടുത്തും UDFന്റെ പ്രവർത്തകരെയും എൻ്റെയും നെഞ്ചത്തേക്ക് പറഞ്ഞു വിട്ടാൽ വീട്ടിൽ കയറി തല പൊട്ടിക്കുമെന്ന് ബോധമുണ്ടായിരിക്കണം. നിങ്ങൾ ആക്രമിച്ച് ഒരുപാട് ആളുകളെ ഇവിടെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ തലയ്ക്കടിക്കുള്ളൂ. ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ, അത്ര മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്, മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളതെന്നും അൻവർ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം PV അൻവറിന്റെ പാത പിന്തുടർന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ്. കോട്ടയം പ്രസ് ക്ലബ്ബിൽ അൻവറിനൊപ്പം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് സജി ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തൃണമൂലുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വിപുലമായ ലയന സമ്മേളനം ഏപ്രിൽ കോട്ടയത്ത് വെച്ച് നടത്തുമെന്നും സജി വ്യക്തമാക്കി. നിലവിൽ NDA മുന്നണിയുടെ ഭാഗമായാണ് സജിയുടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. NDAയിൽ നിന്നുള്ള അവഗണനയാണ് മുന്നണി വിടാൻ കാരണമെന്നാണ് സജി മഞ്ഞക്കടമ്പിൻ്റെ പ്രസ്താവന. ഘടകകക്ഷി എന്ന നിലയിൽ NDAയിൽ നിന്നും സംരക്ഷണം ലഭിച്ചില്ല എന്നുപോലും BJP നയിക്കുന്ന മുന്നണിയിലെടുത്തെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി മുന്നണി യോഗത്തിലൊന്നും പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. സംസ്ഥാനത്തെ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ലെന്നും റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും വന്യജീവി ആക്രമണത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലെത്തിക്കാൻ NDA നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുമാണ് സജിയുടെ പരാതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് വിട്ട് സ്വന്തം പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഭാഗമായത്. സജിയെ പോലുള്ള ക്രൈസ്തവ വിഭാഗത്തിലുള്ള നേതാക്കൾ NDAയിൽ എത്തുന്നത് വഴി മുന്നേറ്റം ഉണ്ടാക്കാമെന്നായിരുന്നു BJP കരുതിയിരുന്നത്. മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സജി പാർട്ടി വിട്ടത്. UDF ജില്ലാ ചെയർമാനായിരുന്ന സജി കോട്ടയത്തെ പ്രധാന നേതാക്കളിൽ ഒരാളാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസിലൂടെ വീണ്ടും UDF രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനാണ് സജി ശ്രമിക്കുന്നത്. സജി മഞ്ഞക്കടമ്പിൽ മടങ്ങി വന്നതോടെ NDAയ്ക്കൊപ്പം ഇനി ഒരു കേരള കോൺഗ്രസ് വിഭാഗം മാത്രമേ ഉണ്ടാകൂ. കുരുവിള മാത്യു ചെയർമാനായിട്ടുള്ള നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് ആണ് NDAയിൽ അവശേഷിക്കുന്നത്. കഴിഞ്ഞ വർഷം PC ജോർജിന്റെ ജനപക്ഷവും BJP ലയിച്ചിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.